الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, കിതാബുൻ നിക്കാഹിലെ ഹദീസുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. അടുത്ത ഹദീസ് عن أم حبيبة بنت أبي سفيان قالت يا رسول الله انكح أختي بنت أبي سفيان فقال أو تحبين ذلك فقلت نعم لست لك بمخلية وأحب من شاركني في خير أختي فقال النبي صلى الله عليه وسلم إن ذلك لا يحل لي قلت فإنا نحدث أنك تريد أن تنكح بنت أبي سلمة قال بنت أم سلمة قلت نعم فقال إنها لو لم تكن ربيبتي في حجري ما حلت لي إنها لابنة أخي من الرضاعة أرضعتني وأبا سلمة سويبة فلا تعرضن علي بناتكن ولا أخواتكن. قال عروة وسويبة مولاة لأبي لهب اعتقها فأرضعت النبي صلى الله عليه وسلم فلما مات أبو لهب رآه بعض أهله بشد هئبة فقال له ماذا لقيت؟ قال أبو لهب ألم ألقى بعدكم خيرا غير أني سقيت في هذه بعتاقة سويبة. സഹോദരങ്ങളെ, കിതാബ് നിക്കാഹിലെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളായ നമ്മുടെ ഉമ്മയായ ഉമ്മു ഹബീബ ബിൻതു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമയാണ്. അവർ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആവശ്യപ്പെടുകയാണ്, ഇൻകിഹ് ഉഖ്തി ബിൻത അബി സുഫിയാൻ, എൻ്റെ സഹോദരി അബൂ സുഫിയാന്റെ മകൾ, അവരുടെ സഹോദരിയെ നിങ്ങൾ നിക്കാഹ് ചെയ്യണം. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ തുഹിബ്ബീന ദാലിക്, നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫഖുൽതു നഅം, അവർ പറഞ്ഞു അതെ. ലസ്തു ലക ബിമുഖ്ലിയ, ഞാൻ താങ്കളുമായിട്ട് ഒരു ഏകപത്നിയൊന്നുമല്ല, ഒറ്റക്കല്ല. വഅഹബ്ബു മൻ ശാറകനി ഫീ ഖൈരിൻ ഉഖ്തി, എന്നോടൊപ്പം ഏറ്റവും നല്ല ഖൈറിൽ ഭാഗവാക്കാകുന്നത് എൻ്റെ സഹോദരി തന്നെ ആകട്ടെ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദാലിക ലാ യഹില്ലു ലി, അതെനിക്ക് അനുവദനീയമല്ല. ഖുൽതു ഫഇന്നാ നുഹദ്ദസു അന്നക തുരീദു അൻ തൻകിഹ ബിൻത അബി സലമ, അബൂ സലമയുടെ മകളെ താങ്കൾ വിവാഹം കഴിക്കുന്നുവെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ചോദിച്ചു, ബിൻത ഉമ്മി സലമ, ഉമ്മു സലമയുടെ മകളെയോ? ഖുൽതു നഅം, അവർ പറഞ്ഞു അതെ. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലൗ ലം തകുൻ റബീബതി ഫീ ഹജ്രി മാ ഹല്ലത് ലി ഇന്നഹാ ലിബ്നതു അഖീ മിൻ അർറദാഅ, അവൾ ഉമ്മു സലമയുടെ മകളാണ്, അഥവാ എൻ്റെ ഭാര്യയുടെ മകളാണ് എന്ന കാര്യം തന്നെ എനിക്കത് ഹലാലാകാതെ മതിയായതാണ്. അതോടൊപ്പം തന്നെ അവർ എൻ്റെ മുലകുടി ബന്ധത്തിലെ സഹോദര പുത്രിയും കൂടിയാണ്. അർദഅത്നി വ അബാ സലമ സുവൈബ, എന്നെയും അവളുടെ ഉപ്പ അബൂ സലമയെയും സുവൈബ എന്ന സ്ത്രീ മുലയൂട്ടിയിട്ടുണ്ട്. ഫലാ തഅരിദ്ന അലയ്യ ബനാതികുന്ന വല അഖവാതികുന്ന, നിങ്ങളുടെ പെൺമക്കളെയും അതേപോലെ തന്നെ നിങ്ങളുടെ സഹോദരിമാരെയും എനിക്ക് വിവാഹത്തിന് വേണ്ടി നീ കൊണ്ടുവരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറയാം. ഈ ഹദീസിൽ പ്രധാനമായും മനസ്സിലാക്കി തരുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയെയും അവളുടെ സഹോദരിയെയും ഒരുമിച്ച് വിവാഹം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഒരു സ്ത്രീയെയും അവളുടെ സഹോദരിയെയും ഒന്നിച്ച് വിവാഹം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തന്നെയാണ് അവരുടെ സഹോദരിയെ കൂടി വിവാഹം ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത്. അവരുടെ സഹോദരിയെ കൂടി വിവാഹം ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അവ തുഹിബ്ബീന ദാലിക്, നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? കാരണം സാധാരണഗതിയിൽ ഒരു സ്ത്രീ അങ്ങനെ പറയാനും ഇഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, അവ തുഹിബ്ബീന ദാലിക്, നിന്റെ പെങ്ങളെ കൂടി, നിന്റെ സഹോദരിയെ കൂടി ഞാൻ വിവാഹം ചെയ്യുക എന്ന് പറയുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു നഅം, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണവും പറഞ്ഞു, ഇന്നി ലസ്തു ലക ബിമുഖ്ലിയ, കാരണം ഞാൻ താങ്കളുടെ ഏകപത്നിയല്ല, എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റനേകം ഭാര്യമാരുണ്ട്. അതോടൊപ്പം ഈ ഖൈറിൽ ഒരാൾ കൂടി പങ്കെടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. വഅഹബ്ബു മൻ ശാറകനി ഫീ ഖൈരിൻ ഉഖ്തി, ഈ ഖൈറിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്ന, എന്നോടൊപ്പം ഭാഗവാക്കാകുന്ന ഒരാളാകാൻ എൻ്റെ സഹോദരിയെ ഞാൻ ഇഷ്ടപ്പെടുകയാണ് എന്നാണ് ആര് പറയുന്നത്?
ബിന്തു അബി സുഫിയാൻ അഥവാ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവർ പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അതിന്റെ മസ്അല പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നഹാ ലാ തഹില്ലു ലി, അതെനിക്ക് അനുവദനീയമാവുകയില്ല എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കിയിട്ടുണ്ട്. വഅൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ, അഥവാ നിഷിദ്ധമായ വിവാഹ ബന്ധങ്ങളെക്കുറിച്ച്, ഹറാമായ ബന്ധങ്ങളെക്കുറിച്ച് അറിയിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് വഅൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ, രണ്ട് സ്ത്രീകളെ സഹോദരിമാരെ ഒരുമിച്ച് ഒരാൾ നിക്കാഹ് ചെയ്യുക എന്ന് പറയുന്നത് അത് പാടില്ലാത്തതായ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നീട് അവർ ചോദിച്ചത് അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ചു. ഫഇന്നാ നുഹദ്ദസു അന്നക തുരീദു അൻ തൻകിഹ ബിൻത അബി സലമ. അപ്പോൾ ഇങ്ങനെ വിവാഹം കഴിക്കാത്ത കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അബൂ സലമയുടെ മകളെ നിങ്ങൾ വിവാഹം ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ അബൂ സലമ ആരാണ്? അബൂ സലമ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു സലമയുടെ ആദ്യ ഭർത്താവാണ്. ഉമ്മു സലമയുടെ ആദ്യ ഭർത്താവാണ് അബൂ സലമ എന്ന് പറയുന്നത്. അപ്പോൾ അബൂ സലമയിൽ ഉമ്മു സലമക്കുണ്ടായ ഒരു കുട്ടിയാണ്, ഒരു പെൺകുട്ടിയെയാണ് ഇവർ ചോദിച്ചത്. അപ്പോൾ അതിനെ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയും കൂടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിയെ, അതോ അബൂ സലമയിൽ ഉണ്ടായ ആ പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം ചെയ്യുന്നു എന്ന് കേട്ടല്ലോ എന്നാണ് ആര് പറഞ്ഞത്? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, അത് വിവാഹം എനിക്ക് ചെയ്യാൻ അതും എനിക്ക് പാടില്ലാത്തതാണ് എന്നതിന് രണ്ട് കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നഹാ ലൗ ലം തകുൻ റബീബതി ഫി ഹജ്രി മാ ഹല്ലത് ലി ഇന്നഹാ ലബ്നതു അഖീ മിന റദാഅ. അതൊന്നും അവൾ എൻ്റെ റബീബത്താണ് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് തൻ്റെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ ആദ്യ ഭർത്താവിലുണ്ടാകുന്ന കുട്ടി ഉണ്ടാകും, അത് ഇവളുടെ റബീബത്താണ് എന്നുള്ളത് തന്നെ എനിക്ക് മതിയായതാണ്, എനിക്കതിനെ വിവാഹം കഴിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഇന്നഹാ ലബ്നതു അഖീ മിന റദാഅ, അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരി പുത്രി കൂടിയാണ് അവൾ, മുലകുടി ബന്ധത്തിലുള്ള സഹോദരി പുത്രി. അതായത് ഈ പെൺകുട്ടിയുടെ ഉപ്പ അഥവാ ഉമ്മു സലമയുടെ ആദ്യ ഭർത്താവ് ആരാണ്? അബൂ സലമ. അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരേ സ്ത്രീയിൽ നിന്നും, സുവൈബ എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ നിന്നും മുല കുടിച്ചിട്ടുണ്ട്. അർദഅത്നി വ അബാ സലമ സുവൈബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എന്നെയും അബൂ സലമയെയും സുവൈബ എന്ത് ചെയ്തിട്ടുണ്ട്? മുല നൽകിയിട്ടുണ്ട്, പാല് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നഹാ ലബ്നതു അഖീ മിന റദാഅ, ഈ പെൺകുട്ടി എൻ്റെ ആരാണ്? എൻ്റെ സഹോദരി പുത്രി തന്നെയാണ്, അത് മുലകുടി ബന്ധത്തിലേതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാരണങ്ങൾ അവിടെ എന്ത് ചെയ്യാണ്? പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്കത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമായ ബന്ധങ്ങളെക്കുറിച്ച്, അനുവദിക്കപ്പെടാത്തതായ ബന്ധങ്ങളെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഹുരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖവാത്തുക്കും വ അമ്മാത്തുക്കും വ ഖാലാത്തുക്കും വ ബനാത്തുൽ അഖി വ ബനാത്തുൽ ഉഖ്ത്. ഇതൊക്കെ മഹ്റമായ ആളുകളാണ്, വിവാഹബന്ധം പാടില്ല, നിങ്ങൾക്ക് നിഷിദ്ധമായിരിക്കുന്നു. നിങ്ങളുടെ ഉമ്മമാരെ, മുകളിലോട്ടേക്ക് പോകുന്ന ആരെയും കല്യാണം കഴിക്കാൻ പാടില്ല. വ ബനാത്തുക്കും, നിങ്ങളുടെ പെൺമക്കളെയും പാടില്ല. വ അഖവാത്തുക്കും, നിങ്ങളുടെ സഹോദരിമാർ. വ അമ്മാത്തുക്കും, ഉപ്പയുടെ സഹോദരിമാർ. വ ഖാലാത്തുക്കും, ഉമ്മയുടെ സഹോദരിമാർ. വ ബനാത്തുൽ അഖി വ ബനാത്തുൽ ഉഖ്ത്, നിങ്ങളുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ പുത്രിമാർ. ഇവരൊന്നും നിങ്ങൾക്ക് പാടില്ലാത്തതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇത് നേർക്ക് നേരെയുള്ള കാര്യമാണ്. ഇനി വിവാഹബന്ധത്തിലൂടെ, ഇനി മുലകുടി ബന്ധത്തിലൂടെ പാടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യഹ്റുമു മിനർ റദാഇ മാ യഹ്റുമു മിനൻ നസബ്. നസബിലൂടെ, കുടുംബ ബന്ധത്തിലൂടെ എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ നിഷിദ്ധമാകുന്നത്, അത് മുലകുടി ബന്ധത്തിലൂടെയും നിഷിദ്ധമാകും എന്നാണ്. മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ഉമ്മ, മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന സഹോദരൻ, അതായത് ഒരു സ്ത്രീയിൽ നിന്നും ഞാനും വേറൊരാളും മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എൻ്റെ സഹോദരനെ തന്നെയാണ്, എൻ്റെ ഉമ്മ പെറ്റ സഹോദരനെ പോലെ തന്നെയാണ് അയാൾ കാണുക. അയാളുടെ മകളെ എനിക്ക് കല്യാണം കഴിക്കാൻ പാടില്ല, എൻ്റെ സഹോദരൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ ഞാൻ ഏതൊരു സ്ത്രീയിൽ നിന്നാണ് മുല കുടിച്ചിട്ടുള്ളത്, അതേ സ്ത്രീയിൽ നിന്ന് മുല കുടിച്ച വ്യക്തിയിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അയാളുടെ മകളെ കല്യാണം കഴിക്കാൻ പാടില്ല. അങ്ങനെ എങ്ങനെയൊക്കെയാണോ നമ്മുടെ സാധാരണ കുടുംബ ബന്ധത്തിൽ നമുക്ക് നിഷിദ്ധമാകുന്നത്, അതൊക്കെ മുലകുടി ബന്ധത്തിലൂടെയും അത് നിഷിദ്ധമായി തീരും എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവിടെ പറയുന്നുണ്ട്. വലാകിന്ന റദാഅൽ മുഹർരിം ലഹു ശുറൂത്തുൻ ലാ ബുദ്ദ മിൻ തവാഫുരിഹാ. പക്ഷേ മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അങ്ങനെ മുല കുടിക്കണം. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഒരു പ്രാവശ്യം ഒരാൾ മുല കുടിച്ചു എന്നുള്ളതുകൊണ്ട് മുലകുടി ബന്ധം അത് സ്ഥാപിക്കപ്പെടുകയില്ല. അപ്പോൾ ആ നിബന്ധനകൾ അദ്ദേഹം പറയണം. ഒന്നാമത്തെ ഷർത്തുൽ അവ്വൽ അൻ യകൂന 5 റദഅാത്തിൻ ഫഅക്സർ, 5 പ്രാവശ്യം മുല കുടിക്കേണ്ടതുണ്ട് എന്നാണ്. 5 പ്രാവശ്യം വ്യത്യസ്ത സമയത്ത്
5 പ്രാവശ്യം അത് മുല കുടിക്കേണ്ടതുണ്ട്. അയ്യക്കൂന റദാഉ ഫി സമനി റദാ ഐ ഫിൽ വഖ്തി അല്ലദി യതഅസ്സാ ഫീഹി الطفل باللبن. ഒന്നാമത്തെ കാര്യം അയ്യക്കൂന 5 റദഅാത്തിൻ ഫഅക്സർ. രണ്ടാമത്തെ നിബന്ധന അയ്യക്കൂന റദാഉ ഫി സമനി റദാ ഐ ഫി വഖ്തി അല്ലദി യതഅസ്സാ ഫീഹി الطفل باللبن. ചെറിയ കുട്ടി, രണ്ടാമത്തെ നിബന്ധന ചെറിയ കുട്ടി അത് പാല് കുടിക്കുന്ന പ്രായത്തിൽ തന്നെ പാല് കുടിക്കണം. പാല് കുടിക്കുന്ന പ്രായം എന്ന് പറയുന്നത് 2 വയസ്സാണ്. ചെറിയ ഖിലാഫുകൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പാല് കുടിക്കണം. ഏതെങ്കിലും ഒരു കുട്ടി 4 വയസ്സിലോ മറ്റോ ഒരു സ്ത്രീയിൽ നിന്ന് പാല് കുടിച്ചാൽ അത് ആ സമയത്ത് പാല് കുടിച്ചതായിട്ട് കണക്കാക്കുകയില്ല. ആ സമയത്ത് പാല് കുടിച്ചതായിട്ട് കണക്കാക്കുകയില്ല. ഇന്നമ റദാഅത്തു മിനൽ മജാഅ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും റദാഅത്ത് വരുന്നത് മജാഅത്തിലൂടെ, അതായത് വിശപ്പ്, പാലിനെ ഒരു ഭക്ഷണമായിട്ട് കണ്ടിട്ട് കുട്ടി വിശപ്പടക്കാൻ വേണ്ടി കുടിക്കുന്ന സമയം, അത് ഈ 2 വയസ്സിൽപ്പെട്ട സമയത്താണ്. ആ സമയത്തിനാണ് റദാഅത്ത് ഉണ്ടാവുക എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ നിബന്ധന ഈ പറയുന്ന 2 വയസ്സിന്റെ ഇടയിൽ തന്നെ ആയിരിക്കണം ഇതിൽ നിന്നും കുടിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സംഭവം വന്നിട്ടുള്ളത് സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ്. അതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് പണ്ഡിതന്മാർ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം അത് നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ അവരുടെ ഒരു ദത്തുപുത്രനെ പോലെ തന്നെയായിരുന്നു. അതൊരു പ്രാവശ്യം മാത്രം അനുവദിച്ചതാണ്. പിന്നീട് അങ്ങനെ ഒരു കാര്യം ദീനുൽ ഇസ്ലാമിലില്ല, ദത്തുപുത്രന്മാരില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതല്ല എങ്കിൽ അടിസ്ഥാനം 2 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ അത് ആ കുട്ടി പാല് കുടിക്കേണ്ടതുണ്ട് എന്നാണ്. പിന്നീട് അശർതു സാലിസ് അല്ലാ തകൂന റദഅതു മുത്തസിലത്തുൻ ബിൽ ഉഖ്റാ, അത് തുടർച്ചയായിട്ടാകാൻ പാടില്ല, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വേണം എന്നാണ്. അത് ഒരു പ്രാവശ്യം അത് കുടിച്ചു, പിന്നെയാണ് അടുത്ത പ്രാവശ്യം. ഈ 5 എന്ന് പറയുന്നത് ഒരേ ഇരിപ്പിൽ തന്നെ 5 പ്രാവശ്യം കുടിച്ചു എന്നുള്ളതല്ല, മറിച്ച് 5 വ്യത്യസ്ത സമയങ്ങളിൽ അത് കുടിക്കുക എന്നുള്ളത് തന്നെ വേണം. ഇനി ഓരോ പ്രാവശ്യവും അത് വയറ് നിറയണമെന്നുണ്ടോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു അങ്ങനെ ഒരു നിബന്ധന ഇല്ല. ഒരു പ്രാവശ്യം കുട്ടിയുടെ വയറ് നിറഞ്ഞിട്ടാണ് നിർത്തിയതെന്നില്ല. ഇന്നൊരു ദിവസം കുറച്ചു നേരം കുടിച്ചു, നാളെ ഒരു ദിവസം കുറച്ചു നേരം കുടിച്ചു, മറ്റന്നാൾ ഒരു ദിവസം കുറച്ചു നേരം കുടിച്ചു. ഓരോ പ്രാവശ്യവും വയറ് നിറയണമെന്ന് നിബന്ധനയൊന്നുമില്ല, മറിച്ച് വ്യത്യസ്ത സമയങ്ങളിൽ 5 പ്രാവശ്യമായിട്ട് ആ കുട്ടി കുടിച്ചാൽ അപ്പോഴാണ് അത് ഉണ്ടാവുക, മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുക എന്നുള്ളതാണ്. നാലാമത്തെ നിബന്ധന യക്കൂന ലബനു മിൻ ആദമി. അറിയപ്പെട്ട കാര്യം, അത് ആദമി സാധാരണ ഉമ്മയുടെ മുലപ്പാലിനെ കൊടുക്കണം. 2 കുട്ടികൾ ഒരു ആട്ടിന്റെ പാൽ ഒരുമിച്ച്, ഒരേ ആട്ടിന്റെ പാല് 2 കുട്ടികൾ കുടിച്ചെന്ന് വിചാരിച്ചിട്ട് അവർക്ക് മുലകുടി ബന്ധം ഉണ്ടാവുകയില്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഈ പറയുന്ന മുലകുടി ബന്ധത്തിലൂടെ വിവാഹബന്ധം നിഷിദ്ധമാകുന്നത് ഈ നിബന്ധനകൾ പാലിക്കുമ്പോഴാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഫലാ തഅരിദ്ന അലയ്യ ബനാതികുന്ന വലാ അഖവാതികുന്ന. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെയും അതേപോലെ തന്നെ സഹോദരിമാരെയും എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിവാഹം അന്വേഷണത്തിന് കൊണ്ടുവരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇവിടെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിൽ സഹോദരിമാരെ എന്ന് പറയുന്നത് എന്നേക്കുമായി നിഷിദ്ധമല്ല. ഒരു പെണ്ണിന്റെ സഹോദരിയെ നമ്മൾ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അലൽ അബദല്ല, എപ്പോഴും നിഷിദ്ധമാണ് എന്നല്ല, മറിച്ച് ഒരുമിപ്പിക്കുക എന്നുള്ളത് മാത്രമേ പാടില്ലാത്തതുള്ളൂ. ഇപ്പോൾ ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവളുടെ സഹോദരിയെ ഒരാൾക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവളുടെ സഹോദരിയെ വിവാഹം കഴിക്കാവുന്നതാണ്. ഇവർ ഒരുമിച്ചുകൊണ്ട് വിവാഹം ചെയ്യാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞത് അൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ, ഒരുമിപ്പിക്കുക എന്നുള്ളതാണ്, അത് പാടില്ല, അതാണ് നിഷിദ്ധമായിട്ടുള്ളത്. എന്നാൽ മക്കളെ, പെൺമക്കളെ എന്നുള്ളത് അത് ഒരുമിപ്പിച്ചാലും പാടില്ല, അല്ലാതെയും പാടില്ല. ഒരു സ്ത്രീയും അവളുടെ മകളെയും ഒരുമിച്ചും പാടില്ല, അല്ലാതെയും പാടില്ല. അതെല്ലാ നിലക്കും നിഷിദ്ധമായ കാര്യമാണ്. അതിൽ മാറ്റം വരാനില്ലാത്ത രീതിയിൽ നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഈ ഹദീസുള്ള ഫവായിദ്. മിൻ ഫവായിദി ഹാദൽ ഹദീസ് الفائدة الأولى جواز عرض المرأة أحدا من أقاربها أو غير أقاربها لشخص ليتزوجها. ഒരു സ്ത്രീയെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരാൾക്ക് ഇങ്ങനെ ഇന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ, ഇന്ന സ്ത്രീ വിവാഹം അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക്, കുടുംബക്കാർക്കും അല്ലാത്ത ആളുകൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ത്രീയെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവിടെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യമല്ല, അത് സ്വഹാബികളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകളായ ഹഫ്സയെ ആദ്യം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ആലോചിച്ചിരുന്നു. അദ്ദേഹം അത് സ്വീകരിച്ചിരുന്നില്ല. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആലോചിച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അത് സ്വീകരിച്ചിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ അത് ആഗ്രഹിച്ചിരുന്നു, ആലോചിച്ചിരുന്നു. അത് ഉമറിന്റെ മകളെ ഹഫ്സയെ വിവാഹം ചെയ്യണമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചിരുന്നു. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഒഴിവാക്കിയത്. അതോ ഒരു സ്ത്രീയെ നല്ലൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ വിവാഹം അന്വേഷിക്കുക, ആലോചിക്കുക, എന്ന സ്ത്രീക്ക് വേണ്ടി വിവാഹം അന്വേഷണം നടത്തുക എന്നുള്ളതൊക്കെ അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഫായിദ ജവാസ് സുആലി അലാ വജ്ഹിൽ ഇഖ്തിബാർ.
ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക്, അതൊരു ആവശ്യമില്ലാതെ നമുക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യമായിട്ട് ചോദിച്ചു, അവ തുഹിബ്ബീന ദാലിക്, നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും അത് സ്വീകരിക്കാൻ പോകുന്നില്ല. തന്റെ സഹോദരിയെ വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഒന്ന് ചോദിച്ചു, ഒരു പരീക്ഷിക്കാൻ, നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ആദ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഫായിദ ബയാനു ദക്കായി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ അവരുടെ കുടുംബ ബന്ധത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അവർക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയാകുക എന്ന് പറയുന്ന ഖൈർ അവർക്ക് ലഭിച്ചു. അപ്പോൾ അവർ ചിന്തിച്ചത്, ഈ വലിയൊരു ഖൈർ എൻ്റെ സഹോദരിക്കും കൂടി കിട്ടുകയാണെങ്കിൽ എത്ര നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയാവുക എന്നുള്ളത് വലിയൊരു ഖൈറായിട്ടുള്ള കാര്യമാണ്. അവർ മുഅ്മിനീങ്ങളുടെ ഒന്നടങ്കം ഉമ്മമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ സഹോദരിയും കൂടി പരട്ടെ എന്ന സഹോദരിയോടുള്ള കുടുംബ ബന്ധവും അതേപോലെ തന്നെ അവരുടെ നല്ല ബുദ്ധിയാണ്. കാരണം ഖൈർ എൻ്റെ സഹോദരിക്ക് കിട്ടട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ബുദ്ധിപൂർവ്വം പറഞ്ഞു, ലി അന്നി ലസ്തു ലക ബിമുഖ്ലിയ, കാരണം ഞാൻ ഒരൊറ്റ ഭാര്യയാണെങ്കിലല്ലോ എനിക്ക് ആ ഒരു പ്രയാസമുള്ളൂ. ഞാനിപ്പോൾ ഒരൊറ്റ ഭാര്യ എന്തായാലും അല്ല, എൻ്റെ കൂടെ മറ്റ് സ്ത്രീകളും കൂടിയുണ്ട്, അപ്പം അതിൽ എൻ്റെ സഹോദരി കൂടി ഉണ്ടാകട്ടെ എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ആറാമത്തെ മറ്റൊരു ഫായിദ അന്ന ബനാത്തി ഉമ്മു സലമ റബാഇബുൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹുന്ന ഇശ്ന ഫി തർബിയതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീബത്താണ്, അഥവാ ഉമ്മു സലമയുടെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ മകളാണ്. ഭാര്യയുടെ മകളാണ് ഈ വിവാഹാന്വേഷണം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിച്ചു, ഉമ്മു സലമയുടെ മകൾ നിങ്ങൾക്ക് വിവാഹം അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയാണത്. അപ്പോൾ ഭാര്യയുടെ വേറെ ഭർത്താവിലുണ്ടായിരുന്ന മകളെ ആണെങ്കിലും അത് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അബൂ സലമ മരണപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തത്, അവിടുന്ന് ഹദീസിലൂടെ പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന ചൊല്ലാൻ അവർ ഒരുമ്പെട്ടപ്പോൾ അവർ ചിന്തിച്ചു. അതായത് ഒരാൾ മരിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, അല്ലാഹു ഈ മുസീബത്തിൽ നിന്ന് എനിക്ക് പ്രതിഫലം നൽകണമേ, ഇതിനേക്കാളും നഷ്ടപ്പെട്ട ഇതിനേക്കാളും ഖൈർ തരയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉമ്മു സലമ പറയുന്നുണ്ട്, അന്ന് ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ പോലും ചിന്തിച്ചിരുന്നു, ആരാണ് ഇനി അബൂ സലമയെക്കാളും നല്ല ഒരാൾ എനിക്ക് കിട്ടുക. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ എന്ന കാരണത്താൽ അവർ പ്രാർത്ഥിക്കുകയാണ്. അവർ ചിന്തിച്ചു, അബൂ സലമ ഏറ്റവും നല്ല മനുഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ്, വലിയ ഖൈറുള്ള നല്ല അഖ്ലാഖുള്ള നല്ല ഒരു സ്വഹാബിയാണ്. അതുകൊണ്ട് തന്നെ അവർ മരണപ്പെട്ടപ്പോൾ വലിയ പ്രയാസമുണ്ടായി. പക്ഷേ ഈ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചു. ഏതൊരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകുമെന്നുള്ളതാണ്. പിന്നീട് അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാകാൻ ഉമ്മു സലമക്ക് സാധിച്ചു എന്നുള്ളത് സഹോദരങ്ങളെ കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്തൊരു മുസീബത്ത് ഉണ്ടാകുന്ന സമയത്തും ഈ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. മറ്റൊരു ഫായിദ ഹുസ്നു ഖുലുഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സ്വഭാവം, അവിടുന്ന് വളരെ നല്ല രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചോദിച്ചപ്പോൾ നല്ല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി. പിന്നെ ഹദീസിന്റെ പ്രധാനപ്പെട്ട ഫായിദ അന്നഹു ലാ യജൂസു അർളു ഷൈഇൽ മുഹറം വഇൻ അലിംന അന്നൽ മഅറൂദ അലൈഹി അൻ യഖ്ബൽ. ഒരു ഹറാമായ കാര്യം ഒരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വെച്ച് നീട്ടാൻ പാടില്ല. അത് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുത്തു, ഫലാ തഅരിദ്ന അലയ്യ ബനാതികുന്ന വലാ അഖവാതികുന്ന, നിങ്ങളുടെ പെൺമക്കളെയും സഹോദരിമാരെയും നിങ്ങൾ എനിക്ക് കൊണ്ടുവരരുത്, കാരണം അതെനിക്ക് നിഷിദ്ധമാണ്. അപ്പോൾ അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യം നിഷിദ്ധമാണെങ്കിൽ അത് മറ്റൊരാൾക്ക് നമ്മൾ അത് കൊടുക്കാൻ പാടില്ല. നിഷിദ്ധമാണെങ്കിൽ അത് നമുക്ക് അനുവദനീയ ആയാലും മറ്റൊരാൾക്ക് അത് അയാൾക്ക് നിഷിദ്ധമാണെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല എന്നാണ്. ഒമ്പതാമത്തെ ഫായിദ അന്ന ബിൻത സൗജതി ലാ തഹില്ലു ലിസ്സൗജി ലാകിൻ ബിശർത്തി അൻ യകൂന ഖദ് ദഖല ബി ഉമ്മിഹാ. ഒരു സ്ത്രീയുടെ മകളെ ഒരാൾക്ക് പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. പക്ഷെ അത് നിരുപാധികമല്ല, ആ ഉമ്മയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണത്. അപ്പോൾ ഒരാളൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ നിക്കാഹ് നടന്നു, പക്ഷേ അവർ വീട് കൂടിയിട്ടില്ല. അതിനു മുമ്പ് ത്വലാഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സ്ത്രീയുടെ മകളെ വിവാഹം കഴിക്കാവുന്നതാണ്. ആ സ്ത്രീയുടെ മകളെ പിന്നീട് വിവാഹം കഴിക്കാവുന്നതാണ്. എന്നാൽ അവരുമായി വീട് കൂടിയിട്ടാണെങ്കിൽ പിന്നീട് നിരുപാധികം ഒരിക്കലും അവർക്ക് ആ സ്ത്രീയുടെ മകളെ വിവാഹം കഴിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. എന്നാൽ അവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു, അഖദ് മാത്രം, ഉടമ്പടി മാത്രം നടന്നു, എന്നിരുന്നാൽ പോലും ആ സ്ത്രീയുടെ ഉമ്മയെ പിന്നീട് വിവാഹം ഒരിക്കലും കഴിക്കാൻ പാടില്ല. സ്ത്രീയുടെ ഉമ്മയെ
പിന്നീട് ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല. എന്നാൽ സ്ത്രീയുടെ മകളെ വിവാഹം കഴിക്കണമെങ്കിൽ അവരുമായി ബന്ധത്തിൽ ഏർപ്പെടണം, വീട് കൂടണം എന്നുള്ള നിബന്ധന ഉണ്ട്. ഇതൊക്കെ ഹദീസുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതായ ഫവായിദുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ ഏതൊക്കെയാണ് അനുവദിക്കപ്പെടുന്നത്, ഏതൊക്കെയാണ് അനുവദിക്കപ്പെടാത്തത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ ഫായിദ അൽ അഖീറ അന്ന റദാഅത യസ്ബുതു ലഹാ ഹുക്മു തഹ്രീം. മുലകുടി ബന്ധത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് നിഷിദ്ധമാകുക, അതായത് ബന്ധം നിഷിദ്ധമാകുക എന്നുള്ള കാര്യം അത് സ്ഥിരപ്പെടുന്നുണ്ട്. യഹ്റുമു മിന റദാഅതി മാ യഹ്റുമു മിന നസബ്. കുടുംബ ബന്ധത്തിലൂടെ എന്തെല്ലാം നിഷിദ്ധമാകുന്നോ ഇതെല്ലാം മുലകുടി ബന്ധത്തിലൂടെയും നിഷിദ്ധമാകും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അത് അവസാനം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ഇതുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ അദ്ദേഹം പറയുന്നുണ്ട്. മാ തഖൂലുന ഫീ റജുലിൻ ഖലാ ബി ഉഖ്തിഹി മിന റദാഅ. മുലകുടി ബന്ധത്തിലുള്ള തന്റെ സഹോദരിയുമായി ഒറ്റക്കാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? ഇബ്നു ഉസൈമീൻ പറയുന്നു, ലാ ശൈഅ അലൈഹി, കുഴപ്പമൊന്നുമില്ല. കാരണം അത് അവളുടെ സഹോദരി തന്നെയാണ്, അവന്റെ സഹോദരി തന്നെയാണ്. അതുകൊണ്ട് അവരോടൊപ്പം ഒറ്റക്കാകുകയോ അവരോട് യാത്ര ചെയ്യുകയോ ഇതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. എന്നാൽ മഹ്റമുകളായ ആളുകളോട് പോലും തന്റെ ഭാര്യയോട് കാണിക്കുന്നതായ ചില അടുപ്പങ്ങളുണ്ട്, ചുംബിക്കുക പോലുള്ള കാര്യങ്ങൾ. അത് മഹ്റമുകളായ ആളുകളോട് പോലും അത്തരം ചില കാര്യങ്ങൾ അത് ചെയ്യാവുന്നതല്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നീട് ചില അതുമായി ബന്ധപ്പെട്ട ചില മഹ്റവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് ചില ആളുകൾക്ക് ഉപകരിച്ചേക്കാം, അതുകൊണ്ട് അത് വായിക്കുകയാണ്. വലസായിൽ ഇന്ധന ഹവാൻ. ചില ആളുകൾ ചോദിച്ചേക്കാം, ഞങ്ങളുടെ ഒരാൾക്ക് രണ്ട് സഹോദരങ്ങൾ ഒരു വീട്ടിലുണ്ട്. അഹദുഹുമാ മുതസവ്വിജുൻ വഹുമാ ഫീ ബൈത്തിൻ വാഹിദ്. അതിലൊരാൾ വിവാഹിതനാണ്, രണ്ടുപേരും ഒരേ വീട്ടിലാണുള്ളത്. വസ്സൗജു ലഹു വളീഫ യഖ്റുജു ഇലൈഹാ വയദ്ഉ ഇംറതഹു ഫിൽ ബൈത്തി വഇൻദഹു അഖൂ. തന്റെ ഭർത്താവ് രണ്ടാളിൽ ഒരാൾ വിവാഹിതനാണ്. അപ്പോൾ വിവാഹിതനായ ആൾക്ക് ജോലിയുണ്ട്, അയാൾ തന്റെ ഭാര്യയും വീട്ടിലാക്കിയിട്ട് ജോലിക്ക് വേണ്ടി പോകും. മറ്റേ സഹോദരൻ വീട്ടിലുണ്ടാകും. ഫഹൽ ഹാദാ ഹറാമുൻ അം ജായിസ്. ഇത് അനുവദനീയമാണോ അതല്ല നിഷിദ്ധമാണോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഹാദാ ഹറാം, അത് നിഷിദ്ധമായ കാര്യമാണ്. വഹാദാ മിൻ അഖ്തരിൽ ഉമൂർ, വളരെ അപകടം പിടിച്ച കാര്യങ്ങളിൽ പെട്ട കാര്യമാണ്. ഹത്താ വഇൻ കാനൽ അഖു മുൽതസിമൻ വദയ്യിന. അത് തന്റെ സഹോദരൻ ദീനി ചിട്ടയുള്ള നല്ല ദീനി ബോധമുള്ള ആളാണെങ്കിലും ശരി. ഫഇന്ന ഹാദിഹിൽ മസ്അല ഖദ് ലാ യസ്തതിഉൽ ഇൻസാനു അൻ യംനഅ നഫ്സഹു മിൻഹാ വഇൻ കാന ദയ്യിനൻ. കാരണം ദീനിയായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിൽ ഒരാൾക്ക് സ്വന്തം നഫ്സിനെ പിടിച്ചു വെക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഫലാ യഹില്ലു ലിൽ ഇൻസാനി അൻ യഖ്റുജ ഇലാ വളീഫതിഹി വയദഅ സൗജതഹു വഅഖാഹു ഫീ ബൈത്തിൻ വാഹിദ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ തന്റെ സഹോദരനെയും തന്റെ ഭാര്യയും ഒരു വീട്ടിലാക്കിക്കൊണ്ട് പോകുക എന്നുള്ളത് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരിക്കലും അനുവദനീയമല്ല എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, വീണ്ടും ചില ചോദ്യകർത്താക്കളുടെ ചോദ്യങ്ങളാണ് ചിലപ്പോൾ ഇതിൽ വരാറുള്ളത്. അല്ല ഹുലൈസത്ത് ലഹു വളീഫ വസയബ്ഖാ ഫിൽ ബൈത്തി വസ്സൗജു ലഹു അമലുൻ ലാ യുംകിനു അൻ യുഖില്ല ബിഹി ഫമാദാ യസ്ന. അതായത് ഒരിക്കലും ഒരാൾക്ക് ജോലിയുണ്ട്, മറ്റേയാൾക്ക് തീരെ ജോലിയില്ല. ഇവനെ ഒരിക്കലും ജോലി ഒഴിവാക്കാൻ പറ്റാത്തതായ ചില സാഹചര്യങ്ങളുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കണം. അത്തരം സാഹചര്യത്തിലാണെങ്കിൽ പോലും യദ്ഹബു ബിസൗജതിഹി ഇലാ ബൈത്തി അഹ്ലിഹാ ഹത്താ യർജിഅ മിനൽ വളീഫതി വയഅതി ബിഹാ. എന്ത് ചെയ്യണം? പോകുന്ന വഴിക്ക് നിന്റെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവാക്കുക, എന്നിട്ട് തിരിച്ചു ജോലി കഴിഞ്ഞാൽ നിന്റെ ഭാര്യയെ കൊണ്ടുവരിക. ഹാദാ ഹൽ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ലാക്കിനൽ മുഷ്കിലാത്ത് അന്നഹു ഖദ് യതലായഖു അഹ്ലുൽ മർഅതി മിൻഹാ. ഇതൊരു പക്ഷേ സ്ത്രീ വീട്ടുകാർക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കാം. രാവിലെ അവളെ കൊണ്ടുവെക്കുന്നു, പിന്നെ വൈകുന്നേരം തിരിച്ചെടുക്കുന്നു, അതൊക്കെ പ്രശ്നമായേക്കാം. അതല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു റുബ്ബമാ അയ്ളൻ യുഅസ്സിറു അഹ്ലുഹാ അലൈഹാ ഫിൽ അലാഖതി ബൈനഹാ വബൈന സൗജിഹാ. അതല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, നീ സെപ്പറേറ്റ് ആയിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള വേറെ വീട് നീ ആക്കുക. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹം പറയുകയാണെങ്കിൽ നീ പിന്നെ ഒരു സ്ത്രീയെയും കൂടി വിവാഹം കഴിച്ചിട്ട് അവിടെ നിർത്തുക, എന്നാൽ പിന്നെ അവൾ ഒറ്റക്കാവുകയില്ല. അല്ലെങ്കിൽ നിന്റെ സഹോദരനോട് വിവാഹം കഴിക്കാൻ പറയുക. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യണം. അതല്ലെങ്കിൽ ഒരു നിലക്കും അനുവദനീയമല്ല എന്നുള്ള കാര്യം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി പറയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ മഅ ദീ മഹ്റം. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു സ്ത്രീയും മഹ്റമായ ഒരാൾ കൂടെ ഇല്ലാതെ ഒറ്റക്കാകാൻ പാടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഹ്റമായ ഒരാളില്ലാതെ ഒരാണും പെണ്ണും ഒരു വീട്ടിൽ ഒറ്റക്കാവുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ വളരെ കൃത്യമായി അദ്ദേഹം ഒരുപാട് മറ്റ് ഉദാഹരണങ്ങളിലൂടെയൊക്കെ ആ വിഷയം പറയുന്നുണ്ട്. പല ആളുകൾക്കിടയിലും വലിയ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയ്ക്ക് ഇത്തരമാണ്. കാരണം ചിലപ്പോൾ ദീനിയായ ആളാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ചിലർ ഇത് വളരെ അലംഭാവത്തോടുകൂടി കാണും. അത് വളരെ ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലൂടെയും പറഞ്ഞു തന്നിട്ടുള്ളത്.
അടുത്ത ഹദീസ് ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുജ്മഉ ബൈനൽ മർഅതി വഅമ്മതിഹാ വലാ ബൈനൽ മർഅതി വഖാലതിഹാ. വിവാഹബന്ധം നമുക്ക് ഒരുമിപ്പിക്കാൻ പാടില്ലാത്തതായ മറ്റു ചില ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സ്ത്രീയെയും അവരുടെ ഉപ്പയുടെ സഹോദരിയെയും ഒരുമിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല. അതേപോലെ ഒരു സ്ത്രീയെയും അവളുടെ ഉമ്മയുടെ സഹോദരിയെയും ഒരുമിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് വിവാഹം ചെയ്യാൻ പാടില്ലാത്തതായ 3 തരത്തിലുള്ള നമ്മൾ മനസ്സിലായി. കഴിഞ്ഞ ഹദീസിൽ ഒരു സ്ത്രീയെയും അവളുടെ സഹോദരിയെയും ഒരുമിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ പറയുന്നു ഒരു സ്ത്രീയെയും അവളുടെ ഉമ്മയുടെ സഹോദരിയെയും ഒരുമിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയെയും അവളുടെ ഉപ്പയുടെ സഹോദരിയെയും ഒരുമിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഒരുമിച്ച് വിവാഹം ചെയ്യുന്നത് മാത്രമാണ് ഇതിലൊക്കെ പ്രശ്നമുള്ളൂ. ഇതിൽ ഭാര്യ മരിച്ചുപോയാൽ ആ ഭാര്യയുടെ ഉമ്മയുടെ സഹോദരിയെ ഇയാൾക്ക് വിവാഹം ചെയ്യാം. ഭാര്യ മരിച്ചുപോയാൽ ഭാര്യയുടെ ഉപ്പയുടെ സഹോദരിയെ ഒരാൾക്ക് വിവാഹം ചെയ്യാവുന്നതാണ്. ഭാര്യയുടെ സഹോദരിയെ തന്നെയും ഭാര്യ മരിച്ചുപോയാൽ വിവാഹം ചെയ്യാവുന്നതാണ് എന്നാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരിക്കലും വിവാഹബന്ധം പാടില്ലാത്തത് ആരെയാണ്? ഭാര്യയുടെ ഉമ്മയെ അല്ലെങ്കിൽ ഉമ്മയുടെ മുകളിലോട്ടുള്ളയാളെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല. എന്നാൽ ഭാര്യയ്ക്ക് മറ്റു ഭർത്താവിലുണ്ടായിരുന്ന മകളെ ആണെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെടാതെയാണ് തൊലാഖായി പോയിട്ടുള്ളത് എങ്കിൽ, അഥവാ മജ്ലിസിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ നിക്കാഹ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ തൊലാഖായിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ മകളെ മറ്റു ബന്ധത്തിലുള്ള മകളെ അനുവദിക്കപ്പെടും. അതല്ലെങ്കിൽ അതെല്ലാം നിഷിദ്ധമാകുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഹദീസ് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഹഖ ശുറൂതി അൻ തൂഫു ബിഹി മസ്തഹ്ലൽതും ബിഹിൽ ഫുറൂജ്. നമ്മൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ട നിബന്ധന ഏതാണ് എന്നാണ് പറയുന്നത്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആണ് റിവായത്ത് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും പാലിക്കാൻ ബാധ്യതയുള്ള അർഹതയുള്ള നിബന്ധനയാണ് മസ്തഹ്ലൽതും ബിഹിൽ ഫുറൂജ്, ലൈംഗിക ബന്ധം അനുവദനീയമാകുന്നതായ കാര്യം അഥവാ നിക്കാഹ് ബന്ധം, അഖ്ദുൻ നിക്കാഹ്. അതിലാരെങ്കിലും ഒക്കെ ഒരു ഷർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷർത്ത് പാലിക്കാൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇത് നിക്കാഹിന്റെ ഷർത്തല്ല, നിക്കാഹിൽ ഒരാൾക്ക് വെക്കാവുന്ന ഷർത്താണ്. നിക്കാഹിൽ ഒരാൾക്ക് അനുവദിക്കപ്പെട്ട ഷർത്തുകൾ വെക്കാവുന്നതാണ്. അങ്ങനെ ഒരു സ്ത്രീ വെച്ചാൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ വെച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും അത് അനുവദിച്ചു രണ്ടു കൂട്ടരും അതിന് ഉറപ്പ് കൊടുത്ത് നിക്കാഹ് ബന്ധത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് പാലിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇബ്നു ഉസൈമിൻ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഫമിന ശുറൂത്തിൽ ജായിസ, അനുവദിക്കപ്പെടുന്ന ഒരു നിബന്ധനയിൽപ്പെട്ടതാണ് അൻ തശ്തരിത്തൽ മർഅതു അലാ സൗജിഹാ അൻ യുസ്കിനഹ ബൈതൻ ഖാസ്സ, അവൾക്ക് പ്രത്യേകമായ ഒരു വീട് വേണം. ഇത് അവൾ ആദ്യമേ പറഞ്ഞതാണ്. വിവാഹം കഴിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രത്യേകമായ വീട് വേണം, നിങ്ങളുടെ വീട്ടിൽ അവിടെ കഴിയാൻ പറ്റൂല, അതല്ലെങ്കിൽ നിലവിലുള്ള അങ്ങനെയുള്ള സാഹചര്യത്തിൽ കഴിയാൻ പറ്റും, എനിക്ക് പ്രത്യേക ഒരു വീട് തന്നെ വേണം, എങ്കിൽ മാത്രമേ ഞാൻ നിക്കാഹിന് തയ്യാറാകുകയുള്ളൂ എന്നൊരു സ്ത്രീ പറയുകയാണെങ്കിൽ അത് അനുവദിക്കുന്ന നിബന്ധനയാണ്. നിക്കാഹിൽ ഒരാൾക്ക് അങ്ങനെ നിബന്ധന വെക്കാം. അത് നിക്കാഹ് ബന്ധം കഴിഞ്ഞാൽ പിന്നീട് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് തെറ്റിക്കാൻ പാടില്ല, അയാൾ നിർബന്ധമായി പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന അഹഖ ശുറൂതി അൻ തുഫു ബിഹി മസ്തഹ്ലൽതും ബിഹിൽ ഫുറൂജ്, കാരണം ഈ കാര്യത്തിലൂടെ നിനക്കൊരു സ്ത്രീ അനുവദിക്കപ്പെടുകയാണ്, അതുകൊണ്ട് അതിൽ നീ വെച്ചിട്ടുള്ള ബാധ്യതയാണ് വീട്ടാൻ ഏറ്റവും അർഹമായിട്ടുള്ള ബാധ്യത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ പൊതുവിൽ തന്നെ നമ്മൾ കരാറുകൾ പാലിക്കുക എന്നുള്ള ബാധ്യതയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കരാറുകൾ നിങ്ങൾ പാലിക്കുവീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു സ്ത്രീ അങ്ങനെ ഒരു നിബന്ധന വെച്ചു കഴിഞ്ഞാൽ അത് പാലിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ഒരു പുരുഷൻ അത് സാധിച്ചിട്ടില്ലെങ്കിലോ, അവന് സാധിച്ചിട്ടില്ല, അവൻ ശരിക്കും നിയത്തോടുകൂടി തന്നെ ഒരു വീട് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് വീട് എടുക്കണം എന്നൊക്കെ ചിന്തിച്ചതാണ്. പക്ഷേ നിക്കാഹിന്റെ സമയമായപ്പോഴേക്കും അല്ലെങ്കിൽ അവൻ ചിന്തിച്ചതുപോലെ കാര്യങ്ങളായിട്ടില്ല, അവന് വല്ല അജ്ജും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാം, ഭാര്യയോട് കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യാം, എനിക്കിങ്ങനെ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഈ ബന്ധം ഫസ്ഖ് ചെയ്യാൻ അനുവാദമുണ്ട്, കാരണം അവൾ നേരത്തെ തന്നെ നിബന്ധന വെച്ചിട്ടുള്ളതാണ്. അവർക്ക് ബന്ധം മുന്നോട്ട് പോവുകയോ ഒഴിവാക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ സഹോദരങ്ങളെ അനുവദിക്കപ്പെടുന്ന നിബന്ധനകളൊക്കെ അനുവദനീയമാണ്. ഒരു സ്ത്രീ ആദ്യം തന്നെ പറയാണ്, എനിക്ക് നിക്കാഹ് കഴിഞ്ഞാലും ഞാൻ ഇന്നൊരു ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്നൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നൊരു സ്ഥലത്തെ ഒരു മുദരിസത്താണ്, മുഅല്ലിമത്താണ്, പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ജോലി എനിക്കുണ്ട്, അതെനിക്ക് പോകണം എന്നൊരു സ്ത്രീ പറഞ്ഞാൽ ഇവൻ ശരി എന്ന് പറഞ്ഞിട്ട് ആ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന അഹഖ ശുറൂതി അൻ തുഫു ബിഹി മസ്തഹ്ലൽതും ബിഹിൽ ഫുറൂജ്, ഒരു സ്ത്രീ അവൾ പറഞ്ഞ ആ നിബന്ധന പാലിക്കുക എന്നുള്ളത് ഏറ്റവും നിർബന്ധമായ ബാധ്യതകളിൽപ്പെട്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം ഇവൻ ഈ ഒരു നിബന്ധന പാലിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നിനക്ക് നേരത്തെ ഹലാലല്ലാതിരുന്നൊരു ബന്ധം അത് ഹലാലായി മാറിയത്. ഈ ഒരു അഖ്ദിലൂടെയാണ്, ഈ നിക്കാഹ് ബന്ധത്തിലൂടെയാണ്. അതൊരു മീസാഖുൻ ഖലീലയാണ്, അടുത്ത ഒരു അഖ്ദാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നിസ്സാരമാക്കി കളയാൻ പാടില്ല, എല്ലാ കരാറുകളും പാലിക്കേണ്ടതാണ്. പക്ഷേ
ഇങ്ങനെ ഈ ഒരു ബന്ധത്തിൽ അവർ പറയുന്ന കരാർ അത് നീ ശരി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് അത് പാടില്ല, അത് ഒഴിവാക്കാൻ ഒരിക്കലും പാടില്ല. എന്നാൽ ബാത്തിലായിട്ടുള്ള കരാറുകളാണെങ്കിൽ അത് ആദ്യം തന്നെ നമ്മൾ അത്തരം കരാറിൽ ഏർപ്പെടാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരു സ്ത്രീ പറയാണ്, എന്താണ് അവൻ്റെ നിബന്ധന, ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആദ്യത്തെ ഭാര്യയെ നിങ്ങൾ ഒഴിവാക്കണം എന്നൊരു സ്ത്രീ പറയുകയാണെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള നിബന്ധനകൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് ഒരിക്കലും ഏർപ്പെടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലാ തസ്അലിൽ മർഅതു തലാഖ ഉഖ്തിഹാ ലിതക്ഫ മാ ഫീ സുഹ്ഫതിഹ. ഒരു സ്ത്രീയും എന്ത് ചെയ്യാൻ പാടില്ല, തൻ്റെ സഹോദരി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് തൻ്റെ ഭർത്താവിൻ്റെ മറ്റു ഭാര്യയെ സഹോദരി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞത്. അവളെ തലാഖ് ചെയ്യാൻ ഒരിക്കലും ആവശ്യപ്പെടാൻ പാടില്ല. അവളും നിന്റെ പാത്രത്തിൽ നിന്ന് കഴിക്കുമെന്ന് പേടിച്ചുകൊണ്ട് ഒരിക്കലും അവളെ തലാഖ് ചെയ്യണം എന്ന് ആവശ്യപ്പെടാൻ പാടില്ല. അപ്പം അത്തരം വിവാഹബന്ധം നടക്കുന്നതിന് വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത്തരം നിബന്ധനകൾ സ്വീകരിക്കാനും പാടില്ല, അത് ഒരിക്കലും പാലിക്കാനും പാടില്ല. എന്നാൽ ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിബന്ധന വെക്കാം, എന്താണ്, എനിക്ക് ശേഷം ഞാൻ മരണപ്പെടുന്നത് വരെ ഒരു സ്ത്രീയെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല എന്നൊരു സ്ത്രീ നിബന്ധന വെച്ചു കഴിഞ്ഞാൽ അത് പാലിക്കപ്പെടേണ്ടതാണ്. അതിപ്പോൾ ശരിയെന്ന് പറയാം, പിന്നെ പറ്റിക്കാം എന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം ഈ ഹദീസിൽ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹഖ്ക ശുറൂതി അൻ തുഫൂ ബിഹി മസ്തഹലൽതും ബിഹിൽ ഫുറൂജ്. നിങ്ങൾക്ക് ലൈംഗിക ബന്ധം ഹലാലായിട്ടുള്ള ഒരു അഖ്ദുണ്ടല്ലോ, അത് നിങ്ങൾ ഏറ്റവും പാലിക്കാൻ, ആ അഖ്ദിൽ വെക്കുന്ന നിബന്ധനയാണ് പാലിക്കാൻ ഏറ്റവും അർഹമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് അങ്ങനെ അത് നിന്റെ ഇഷ്ടമാണ്, നിനക്ക് ആ ഒരു നിബന്ധന പാലിക്കാൻ പറ്റില്ല, നിനക്കത് പിന്നീട് വിവാഹം കഴിക്കേണ്ടി വരും എന്ന വല്ല അവസ്ഥയും ഉണ്ട് എങ്കിൽ നിനക്കത് ആദ്യം തന്നെ ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ നിബന്ധന വെക്കുന്ന സ്ത്രീയെ നീ വിവാഹം കഴിക്കേണ്ടതില്ല. പക്ഷേ നീ അങ്ങനെ വിവാഹത്തിന് വേണ്ടിയിട്ട്, ആ ഒരു കുടുംബത്തിൽ നിന്ന് മാറ്റി സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിബന്ധന നിർബന്ധമായും എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് പാലിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം എന്തെല്ലാം അനുവദിക്കപ്പെട്ട നിബന്ധനകളെല്ലാം സഹോദരങ്ങളെ അത് അനുവദിക്കപ്പെടും. കാരണം ഇവിടെ എന്തില്ല, ആദ്യത്തതിൽ മറ്റൊരാളോടുള്ള ദുൽമുണ്ട്. അത് നേരത്തെയുള്ള ഭാര്യയെ തലാഖ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതൊരു ദുൽമുള്ളതായ ഒരു നിബന്ധനയാണ്. അത്തരം മറ്റൊരാൾക്കൊരു ദുൽമുണ്ടാകുന്ന നിബന്ധന ഒരിക്കലും പാടില്ലാത്തതാണ്. ഇവിടെ പറഞ്ഞതിൽ ആർക്കും ഒരു ദുൽമില്ല, കാരണം ഇപ്പോൾ നിലവിലൊരു ഭാര്യയില്ല, ആദ്യത്തെ ഭാര്യയാണ് അവൾ. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കും ഒരു ദുൽമ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അത് പാലിക്കാൻ വരാതിരിക്കുകയോ മറ്റോ ചെയ്താൽ അവളോട് ആവശ്യപ്പെടാം, എനിക്കൊരു വിവാഹം കൂടി കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സ്ത്രീക്ക് എന്ത് ചെയ്യാം, അത് വിട്ടുകൊടുക്കുകയോ നേരത്തെ വെച്ച നിബന്ധന എന്നാൽ കുഴപ്പമില്ല, ഞാനത് ഒഴിവാക്കി തരാണ്, നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളൂ എന്ന് സ്ത്രീക്ക് പറയാം. അതല്ലെങ്കിൽ സ്ത്രീക്ക് ഫസ്ഖ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞ നിബന്ധന ഇതാണ്, അതുകൊണ്ട് തന്നെ എനിക്കിനി നിങ്ങളടുത്ത വിവാഹം കഴിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, കാരണം ഞാൻ നേരത്തെ തന്നെ നിബന്ധന വെച്ചിട്ടുണ്ട് എന്ന കാര്യം എന്ത് ചെയ്യാം, സ്ത്രീക്ക് പറയുകയോ അവളുടെ ജീവിതത്തിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യാം. എന്നാൽ നിഷിദ്ധമായിട്ടുള്ള കരാറുകൾ ഒരിക്കലും തന്നെ ഒരു സ്ത്രീക്കോ പുരുഷനോ വെക്കാൻ പാടില്ല എന്നാണ്. അതിനൊരു പുരുഷൻ നിബന്ധന വെക്കുകയാണ്, ഞാൻ വിവാഹം കഴിക്കുന്നു, ഞാൻ ചെലവിന് തരിക എന്ന് പറയുന്ന കാര്യം എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു സ്ത്രീ അംഗീകരിക്കുകയാണെങ്കിൽ അത് അനുവദിക്കപ്പെടുമെന്നാണ്. ഒരു സ്ത്രീ അംഗീകരിക്കുകയാണെങ്കിൽ അത് അനുവദിക്കപ്പെടും. എൻ്റെ കയ്യിൽ ചെലവിന് തരാനൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ധനികയായ സ്ത്രീ ആയിരിക്കും, നല്ല സമ്പത്തുണ്ട്, എൻ്റെ അടുത്താണെങ്കിൽ പണമില്ല, അപ്പോൾ ഞാൻ വേണമെങ്കിൽ വിവാഹം കഴിക്കാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ചെലവഴിക്കാൻ സമ്പത്തില്ല. സ്ത്രീ അംഗീകരിക്കുകയാണെങ്കിൽ ദീനുൽ ഇസ്ലാം പ്രകാരം ആ നിബന്ധന തെറ്റല്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വലാകിൻ ഹാദ ശർതു മിൻ ഹൈസുൽ വാഖി ലാ യൻബഗി. അത് ഈ നിബന്ധന എന്ന് പറയുന്നത് പൊതുവേ നമുക്കത് സാധിക്കാത്ത കാര്യമാണ്. കാരണം ബന്ധങ്ങൾ നല്ല ഊഷ്മളമായി നിലനിൽക്കുക അത് നമ്മൾ ചെലവിന് കൊടുക്കുമ്പോഴാണ്. സ്ത്രീക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അവനവൻ്റെ കയ്യിൽ നിന്നും കൊടുക്കുമ്പോഴാണ് ബന്ധങ്ങൾ നന്നായി നിലനിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ പലപ്പോഴും ഈ ഇങ്ങനെ നിബന്ധന വെച്ചാലും പിന്നീട് അത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അതേപോലെ ഒരു സ്ത്രീ വെക്കുകയാണ്, ഞാൻ വിവാഹം കഴിച്ചാൽ എൻ്റെ നാട്ടിൽ ഞാൻ എവിടേക്കും പോകില്ല, അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്നെ നിങ്ങൾ വേറെ എവിടെയും നിർബന്ധിച്ച് യാത്ര ചെയ്യിപ്പിക്കരുത് എന്നൊരു സ്ത്രീ പറയുകയാണെങ്കിൽ അത് ഒരാൾ അംഗീകരിച്ചുകൊണ്ട് ചെയ്യാൻ പിന്നീട് ഒരിക്കലും ആ സ്ത്രീയെ നിർബന്ധിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ രൂപത്തിൽ ചില ഉദാഹരണങ്ങൾ ഷെയ്ഖ് റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്. അങ്ങനെ അനുവദിക്കപ്പെട്ട നിബന്ധനകൾ ഒരു സ്ത്രീക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ വെക്കാവുന്നതാണ്. പക്ഷെ അത് ബാത്തിലല്ലാത്ത ഒരു നിബന്ധനയാണെന്ന് വെക്കുന്ന സ്ത്രീയും അറിയണം, അംഗീകരിക്കുന്ന പുരുഷനും അറിയണം. എന്നാൽ അനുവദിക്കപ്പെട്ട നിബന്ധനകൾ ഒരാൾക്ക് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത് വിവാഹം കഴിക്കരുത് എന്നുപോലെ നിബന്ധന ഉണ്ടെങ്കിൽ പുരുഷൻ ആദ്യമേ തീരുമാനം എടുക്കാം, ഇത്തരം സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടതുണ്ടോ വേണ്ടതില്ലേ എന്നാദ്യം അവൻ തീരുമാനമെടുക്കാം. ഒരിക്കലും തന്നെ തീരുമാനത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് വഞ്ചിക്കുന്ന അവസ്ഥ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ശർഈനോട് എതിരാവാത്ത ഏതൊരു നിബന്ധനയും വെക്കാം, എന്നാൽ ശർഈനോട് എതിരാകുന്ന നിബന്ധനകൾ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ശർത്തിൻ ലൈസ ഫീ കിതാബില്ലാഹ് ഫഹുവ ബാത്തിൽ വഇൻ കാന മിഅത്ത് ശർത്ത്. നേരത്തെ വായിച്ചിട്ടുള്ളൊരു ഹദീസ് തന്നെയാണ്.
ഏതൊരു നിബന്ധനയും അത് അള്ളാഹുവിന്റെ കിതാബിൽ ഇല്ലാത്തതാണെങ്കിൽ അഥവാ കിതാബിനോട് എതിരാകുന്നതാണെങ്കിൽ അത് ബാത്തിലാണ്, അത് 100 ഷർത്തുണ്ടെങ്കിൽ എല്ലാം ബാത്തിലായി തീരും എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ദീനുൽ ഇസ്ലാം പൊതുവിൽ തന്നെ നിബന്ധനകൾ പാലിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഔഫു ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല, നിങ്ങൾ കരാർ പൂർത്തീകരിക്കണം. കാരണം നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കരാർ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന, ഇത് അങ്ങനല്ല ഇങ്ങനെയല്ല നമ്മൾ നിസ്സാരമാണ് വിചാരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ഹഖ്ക ശുറൂതി അൻ തൂഫു ബിഹി മസ്തഹലൽതും ബിഹിൽ ഫുറൂജ്. അതുകൊണ്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഇടപെടുന്ന കരാറുകൾ അത് ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ട് മാത്രമേ കരാറുകൾ ഏർപ്പെടാൻ പാടുള്ളൂ. നിർബന്ധമായി നിങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടി വരും. അതുകൊണ്ട് സാധിക്കുന്ന കരാറുകളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിവാഹബന്ധത്തിൽ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഹദീസുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.